ഹായ് ഫ്രണ്ട്സ്, എവർക്കും ഈസി ലേൺ PSC സ്വാഗതം. 2024 എല്ലാ ഇംഗ്ലീഷ് ചോദ്യങ്ങളുമാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. 2023 ക്വസ്റ്റ്യൻസ് നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടേക്കണേ. 1 മസ്റ്റ് ഡു ഡാഷ് വർക്ക്. 1 വെച്ച് തുടങ്ങുമ്പോൾ എന്തായിരിക്കും? 1 തന്നെ വരത്തുള്ളൂ. അപ്പോൾ 1 മസ്റ്റ് ഡു വൺസ് വർക്ക്. ഓപ്ഷൻ സി. ഐഡൻറ്റിഫൈ ദ കറക്റ്റ് സ്പെല്ലിംഗ്. അക്വൈൻറ്റൻസ്. അക്വൈൻറ്റൻസിൻ്റെ സ്പെല്ലിംഗ് എന്താ? ACQUAINTANCE. ഓപ്ഷൻ സി ആണ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തു. ചൂസ് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് വേർഡ് ഫോർ ദി ഫോളോയിങ്. റൈസിങ് എയർ ടെമ്പറേച്ചർ ഡാഷ് ദ ഫിസിക്കൽ നേച്ചർ ഓഫ് അവർ ഓഷ്യൻ. ബാധിക്കുക എന്നുള്ള അർത്ഥത്തിൽ വരുന്ന ഏതാ? അഫക്റ്റ്. ഓപ്ഷൻ സി ആണ് വരുന്നത്, അഫക്റ്റ്. ഐഡൻറ്റിഫൈ ദ സിനോണിം ഫോർ വെനിറേറ്റ്. വെനിറേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? വെനിറേറ്റ്, റേറ്റ്, വെനിറേറ്റ്, റെസ്പെക്റ്റ്, വെനിറേറ്റ്, റെസ്പെക്റ്റ്. ഐഡൻറ്റിഫൈ ദ ആൻറ്റണിം ഫോർ ഇമാസിയേഷൻ. ഇമാസിയേഷൻ്റെ ആൻറ്റണിം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇമാസിയേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ശുഷ്കിച്ച അല്ലെങ്കിൽ ക്ഷീണിതനായ അങ്ങനെയുള്ളൊരു മീനിങ് ആണ് വരുന്നത് ഇമാസിയേഷൻ. ശക്തിയായിട്ടുള്ള എന്നുള്ള മീനിങ് വരുന്നത് ഇൻവിഗറേഷൻ. ഇമാസിയേഷൻ്റെ ഓപ്പോസിറ്റ് ഇൻവിഗറേഷൻ. ഐഡൻറ്റിഫൈ ദ പെയർ ഓഫ് റിലേറ്റഡ് വേർഡ്സ്. ബ്ലേഡ്, കൺഫ്യൂസ്ഡ്. അതുപോലെ വരുന്ന ഏതാണ്? മഡിൽഡ്, അൺക്ലിയർ. ബ്ലേഡ്, കൺഫ്യൂസ്ഡ്, അത് സെയിം മീനിങ് തന്നെയാണ് വരുന്നത്. മഡിൽഡ്, അൺക്ലിയർഡ്. നെക്സ്റ്റ് വൺ. A large dark grey cloud that brings rain or snow is called nimbus. ഏതാ വരുന്നത്? nimbus. ഓപ്ഷൻ ബി. The idiom to have an axe to grind means to have a selfish interest to serve. Idiom to have an axe to grind means to have a selfish interest to serve. I dash go to the market with my friends now. ഇവിടെ തന്നിരിക്കുന്ന നൗ എന്നുള്ളൊരു വേർഡുണ്ട് ഇല്ലേ? നൗ എന്നുള്ള വേർഡ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കണം പ്രസൻറ്റ് കണ്ടിന്യൂസ് ആണ്. അപ്പോൾ ഏതാ വരുന്നത്? ഐ ആം ഗോയിങ് എന്ന് വരും. അപ്പോൾ ഓപ്ഷൻ ബി ആണ് വരുന്നത്. ഐ ആം ഗോയിങ് ടു ദ മാർക്കറ്റ് വിത്ത് മൈ ഫ്രണ്ട്സ് നൗ. നെക്സ്റ്റ് വൺ. ദിസ് ബ്രാൻഡ് ഓഫ് ഫർണിച്ചർ ഈസ് ഡാഷ് എനി അതർ ബ്രാൻഡ് ഓഫ് ഫർണിച്ചർ ഇൻ ദ മാർക്കറ്റ്. എനി അതർ എന്നൊക്കെ പറയുമ്പോൾ കമ്പാരിറ്റീവ് ഡിഗ്രി ആണെന്നുള്ളതിനുള്ള ഹിൻ്റാണ് എനി അതർ എന്നുള്ളത്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം കോസ്റ്റ്ലിയർ ദാൻ. ഐഡൻറ്റിഫൈ ദ മോസ്റ്റ് സ്യൂട്ടബിൾ പെയർ ഓഫ് വേർഡ്സ് ടു കംപ്ലീറ്റ് ദ സെൻറ്റൻസ്. ഡിസ്പൈറ്റ് ബീയിങ് ദ ഡാഷ് പാർട്ട്ണർ ഇൻ ദ റിലേഷൻഷിപ്പ്, ദ ഫ്രാഞ്ചൈസർ ഡസ് നോട്ട് ഓൾവേസ് ഹാവ് ഓൾ ദ ഡാഷ്. മുൻഗണനയുള്ള അല്ലെങ്കിൽ പ്രയോറിറ്റി ഉള്ള ആളായിരുന്നെങ്കിലും ഡൊമിനൻ്റ് ആയിട്ടുള്ള പേഴ്സൺ ആണെങ്കിലും അയാൾക്ക് അതിൻ്റെ ഉള്ള അഡ്വാൻറ്റേജ് കിട്ടിയില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താ വരുന്നത്? ഓപ്ഷൻ ഡി ആണ് വരുന്നത്. ഡിസ്പൈറ്റ് ബീയിങ് ദ ഡോമിനൻറ്റ് പാർട്ട്ണർ ഇൻ ദ റിലേഷൻഷിപ്പ്, ദ ഫ്രാഞ്ചൈസർ ഡസ് നോട്ട് ഓൾവേസ് ഹാവ് ദ അഡ്വാൻറ്റേജസ്. 84th ക്വസ്റ്റ്യൻ. വി ആർ ഹാപ്പി ദാറ്റ് അവർ ചീഫ് മിനിസ്റ്റർ വിത്ത് ദ മെമ്പേഴ്സ് ഓഫ് ഹിസ് ക്യാബിനറ്റ് ഡാഷ് ടു ബി പ്രസൻറ്റ് അറ്റ് ദ ഫംഗ്ഷൻ. വിത്ത്, എലോങ് വിത്ത്, ടുഗദർ വിത്ത് ഇതൊക്കെ വരുമ്പം ആദ്യത്തെ സബ്ജക്റ്റിനനുസരിച്ചിട്ടാണ് വരുന്നത്. അപ്പോൾ ചീഫ് മിനിസ്റ്റർ സിംഗുലർ ആയതുകൊണ്ട് ഈസാണ് വരുന്നത്. ഓപ്ഷൻ എ ആണ് വരുന്നത്. നെക്സ്റ്റ് വൺ. No sooner had she entered the room dash and everybody began to make sound. No sooner വന്നു കഴിഞ്ഞാൽ പിന്നെ വരേണ്ടത് ദാൻ ആണ്. THAN, ദാൻ. അപ്പോൾ ദാനുള്ള ഒറ്റ ഓപ്ഷനേ ഉള്ളൂ, ഓപ്ഷൻ ഡി. ദാൻ ദ ലൈറ്റ്സ് വെൻറ്റ് ഔട്ട്. വി മെറ്റ് ഹർ ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ദ സെഷൻ ഇൻ വിച്ച് ഷീ ഡാഷ് എ നൈസ് സ്പീച്ച്. ഇവിടെ ആഫ്റ്റർ എന്നുള്ളൊരു വേർഡ് കണ്ടിട്ടുണ്ട്. അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് നടന്നത്. അപ്പോൾ ആദ്യം നടന്നത് പാസ്റ്റ് പെർഫെക്റ്റിലും രണ്ടാമത് നടന്നത് സിമ്പിൾ പാസ്റ്റിലുമാണ് വരുന്നത്. വി മെറ്റ് ഹർ ഇമ്മീഡിയറ്റ്ലി. ഇത് ആഫ്റ്റർ ദ സെഷൻ ഇഫ് ഷീ ഹാഡ് ഗിവൺ എ നൈസ് സ്പീച്ച്. ആ സ്പീച്ച് കഴിഞ്ഞതിന് ശേഷം അവളെ കണ്ടു എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം നടന്നത് എന്താ? ഷീ ഹാഡ് ഗിവൺ എ നൈസ് സ്പീച്ച്. അപ്പം ഓപ്ഷൻ ബി ആണ് വരുന്നത്. രണ്ടാമത് നടന്നതാണ് വി മെറ്റ് ഹെർ, അതുകൊണ്ടാണിത് സിമ്പിൾ പാസ്റ്റിൽ വന്നത്.
The guest admired my paintings, but they dash my writings. ഏതാ വരുന്നത്? seem to have disliked. have പ്ലസ് V3 ആണ് വരുന്നത്. അങ്ങനെ നമുക്ക് ഇതാണെന്ന് ഇതിലേക്ക് എത്താം. Ornithology means study of birds. Ornithology means study of birds. Select the alternative word for distasteful from the following. Distasteful means unpleasant. Distasteful means unpleasant. Distasteful, unpleasant. Option B. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് പോവാം. ഓക്കെയുള്ളൂ. ഈച്ച് ഓഫ് ദി എംപ്ലോയീസ് ഡാഷ് വർക്കിംഗ് ഹാർഡ്. ഈച്ച് ഓഫ് എയ്തർ ഓഫ് അതിലൊക്കെ ശേഷം പ്ലൂറൽ നൗൺ പ്ലസ് സിംഗുലർ വെർബാണ് വരുന്നത്. ഈച്ച് ഓഫിന് ശേഷം പ്ലൂറൽ നൗണ് പ്ലസ് സിംഗുലർ വെർബാണ് വരുന്നത്. അപ്പോൾ ഇവിടെ ഏതാ വരുന്നത്? പ്ലൂറൽ നൗണും സിംഗുലർ വെർബും വരുന്ന ഏതാ? ഈസ്. അപ്പം ഈച്ച് ഓഫ് ദി എംപ്ലോയീസ് പ്ലൂറൽ നൗണ്, സിംഗുലർ വെർബ് ഈസ് വരും. ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഷീ അക്യൂസ്ഡ് മീ ഡാഷ് ടോക്കിംഗ് ലൗഡ്ലി. ഷീ അക്യൂസ്ഡ് മീ. അക്യൂസ്ഡ് ഓഫ് എന്നാണ് വരുന്നത്. അതുകൊണ്ട് ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത്. അക്യൂസ്ഡ് ഓഫ്. വി ഹാവ് ബീൻ ലിവിങ് ഹിയർ ഡാഷ് 5 years. ഏതാ വരുന്നത്? ഫോർ 5 years. സീന ഡാഷ് ടുമോറോ ടു അറ്റൻഡ് ദ വെഡ്ഡിങ്. ടുമോറോ വരുമ്പോൾ എന്താ മനസ്സിലാകാം? ഫ്യൂച്ചറാണെന്ന് മനസ്സിലായി. അപ്പോൾ ഏത് വരും? വിൽ കം. ഇറ്റ് വാസ് ഡാഷ് യുനാനിമസ് ഡിസിഷൻ. ഇറ്റ് വാസ് ഡാഷ് യുനാനിമസ് ഡിസിഷൻ. ഏതാ വരുന്നത്? ഇറ്റ് വാസ് എ. യുനാനിമസ് എന്ന് എഴുതുമ്പോൾ യാ എന്ന സൗണ്ടാണ് വരുന്നത് അല്ലേ? യുനാനിമസ്. നമ്മൾ അറിയത്തില്ല, നമ്മൾ മലയാളത്തിലേക്ക് എഴുതി നോക്കും. അപ്പം വ്യഞ്ജനാക്ഷരമായ യായാണ് വരുന്നത് കൊണ്ട് എ. One who treats skin diseases is known as dermatologist. One who treats skin diseases is known as dermatologist. Option D ആണ് വരുന്നത്. Do you mind dash the answers. Do you mindന് ശേഷം എന്താ വരുന്നത്? ING ഫോമാണ് വരുന്നത്. അപ്പോൾ ഏതാ വരുന്നത്? ഓപ്ഷൻ എ. Do you mind writing the answers. What is the meaning of the word dormant? Dormant എന്ന് വെച്ചാൽ എന്താ? ഇനാക്റ്റീവ്. ഡോർമൻറ്റ് സ്റ്റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനാക്റ്റീവ് സ്റ്റേറ്റ്. ഓപ്ഷൻ ഡി. ഡോർമൻറ്റ്, ഇനാക്റ്റീവ്. ഇതെല്ലാം തന്നെ റിപ്പീറ്റ് ആയിട്ട് വീണ്ടും പല എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. മുമ്പ് തന്നെ ചോദിച്ചിട്ടുള്ളതാണ്. വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വരുന്നതാണ്. വീണ്ടും ചോദിക്കാറുണ്ട്. ദ ഈവനിങ് വാസ് ഡാഷ് ദാൻ ദ മോർണിംഗ്. ദ ഈവനിങ് വാസ് ദാൻ വരുമ്പോൾ കമ്പാരിറ്റീവ് ആണ്. അപ്പോൾ ഏതാ വരുന്നത്? കമ്പാരിറ്റീവ് വരുമ്പോൾ ഹോട്ടർ ആണ് വരുന്നത്. ദ ഈവനിങ് വാസ് ഹോട്ടർ ദാൻ. നത്തിങ് വിൽ ഹാപ്പൻ. പിന്നെ നത്തിങ് എന്ന് പറയുമ്പം നെഗറ്റീവ് വേർഡ് വന്നു കഴിഞ്ഞു. അപ്പം നമുക്ക് ടാഗിനകത്ത് നോട്ട് ചേർക്കേണ്ട. അപ്പോൾ വിൽ ഇറ്റ് എന്നാണ് വരുന്നത്. ഓപ്ഷൻ എ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇനി നമുക്ക് 3 ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യാം. അതിനുശേഷം ഓരോ ദിവസം 3 ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് ചെയ്ത് പോകാം. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. റീറൈറ്റ് ദ ഫോളോയിങ് സെൻറ്റൻസ് യൂസിങ് സോ ദാറ്റ്. സോ ദാറ്റ് വെച്ചിട്ട് റീറൈറ്റ് ചെയ്യുമ്പോൾ നമുക്ക് നെഗറ്റീവ് സെൻറ്റൻസ് ആണ്, നെഗറ്റീവ് രീതിയിലാണ് നമ്മൾ സോ ദാറ്റ് വെച്ചിട്ട് റീറൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ആൻസർ ഏത് വരും? ജെയിം ഈസ് സോ സ്മോൾ ദാറ്റ് ഇറ്റ് കനോട്ട് ബി സീൻ വിത്ത് എ നേക്കഡ് ഐ. ജെയിം ഈസ് സോ സ്മോൾ ദാറ്റ് ഇറ്റ് കനോട്ട് ബി സീൻ വിത്ത് എ നേക്കഡ് ഐ. നെക്സ്റ്റ് വൺ. Find the word equivalent to a feeling of shyness or embarrassment that stops you from doing or saying what you really want. നമ്മൾ
കൺഫ്യൂഷനിലാകുക എന്നുള്ളൊരു മീനിങ്ങിലാണ് വരുന്നത്. അപ്പോൾ ഏതാ വരുന്നത്? ഇൻഹിബിഷൻ. Find out the word equivalent to a feeling of shyness or embarrassment that stops you from doing or saying what you really want. പറയാൻ ഉദ്ദേശിച്ചത് പറയാതെ വരിക, അതാണ്. നെയ്തർ ഓഫ് ദം ഡാഷ് മീ. ഇപ്പം എയ്തർ ഓഫ്, നെയ്തർ ഓഫ് അല്ല ഓഫിൽ എൻഡ് ചെയ്യുന്ന കാര്യങ്ങളാകുമ്പം പ്ലൂറൽ നൗണും സിംഗുലർ വെർബുമാണ് വരുന്നത്. അപ്പോൾ ഏതാ വരുന്നത്? നെയ്തർ ഓഫ് ദം ഡാഷ് മീ ലവ്സ് മീ. ഓപ്ഷൻ ഡി ആണ് വരുന്നത്. നെക്സ്റ്റ് വൺ, ചേഞ്ച് ഇൻ ടു ഇൻഡയറക്റ്റ് സ്പീച്ച്. അലാസ് മൈ അങ്കിൾ മെറ്റ് വിത്ത് ആൻ ആക്സിഡൻറ്റ്. ഹി ക്രൈഡ് ഔട്ട് ദാറ്റ് ഹിസ് അങ്കിൾ ഹാഡ് മെറ്റ് വിത്ത് ആൻ ആക്സിഡൻറ്റ്. ഓപ്ഷൻ ബി ആണ് വരുന്നത്. നെക്സ്റ്റ് വൺ, change the following sentence. Change the following sentence into superlative degree. സൂപ്പർലേറ്റീവ് ഡിഗ്രി എന്ന് പറയുമ്പം നമുക്കറിയാം എനിത്തിങ് ഒക്കെ വരുവാണെങ്കിൽ കമ്പാരിറ്റീവ് ഡിഗ്രി എന്നറിയാം. അപ്പം ഓഫ് ഓൾ ദ തിങ്സ് ഇൻ ദ വേൾഡ് ലൈറ്റ് ട്രാവൽസ് ഫാസ്റ്റസ്റ്റ്. ഓപ്ഷൻ സി ആണ് വരുന്നത്, അതാണ് സൂപ്പർലേറ്റീവ്. ദ ബർഗ്ലർ ജംപ്ഡ് ഡാഷ് ദ കോമ്പൗണ്ട് വാൾ. ഏതാ വരുന്നത്? ജംപ്ഡ് ഓവർ. ഫൈൻഡ് ഔട്ട് ദ മീനിങ് ഓഫ് ദി ഇഡിയം ടൈ യുവർ സെൽഫ് അപ്പ് ഇൻ നോട്ട്സ്. ചില കൺഫ്യൂഷനിലാകുക എന്നുള്ള അർത്ഥമാണ് വരുന്നത്. ടൈ യുവർ സെൽഫ് അപ്പ് ഇൻ നോട്ട്സ് എന്ന് പറയുമ്പോൾ ബിക്കം വെരി കൺഫ്യൂസ്ഡ് വെൻ യു ആർ ട്രൈങ് ടു എക്സ്പ്ലെയിൻ സംതിങ്. കംപ്ലീറ്റ് ദ ഫോളോയിങ് സെൻറ്റൻസ് യൂസിങ് സ്യൂട്ടബിൾ ആർട്ടിക്കിൾസ്. ഓൺ ഡാഷ് വേ വി സോ ഡാഷ് വൺ ഐഡ് ബെഗർ. ഇവിടെ എ വൺ ഐഡ് ബെഗർ. വൺ ഐഡ് എന്ന് പറയുമ്പോൾ ഈ ഓ വെച്ചിട്ടാണ് വന്നിരിക്കുന്നത്. പ്രൊനൗൺസിയേഷൻ വരുമ്പോൾ വൺ. അപ്പോൾ ഇത് വവൽ സൗണ്ട് അല്ല, കൺസോണൻറ്റ് സൗണ്ടാണ് വരുന്നത്. അതുകൊണ്ട് ഇവിടെ എ വരത്തുള്ളൂ. ഓൺ ഡാഷ് വേ വി സോ. അപ്പം ആ വേയെക്കുറിച്ച് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, ഏത് വഴിയാണെന്ന് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ദാ ചേർക്കണം. ഓൺ ദ വേ വി സോ എ വൺ ഐഡ് ബെഗർ. വാട്ട് ഈസ് ആൻ എക്സ്പാൻഷൻ ആൻഡ് മീനിങ് ഓഫ് ദി അബ്രീവിയേഷൻ ഗിവൺ ബിലോ. ഏതാ വരുന്നത്? ആൻറ്റി മെറിഡിയൻ, ഏത് വരും? ഓപ്ഷൻ ബി ആണ് വരുന്നത്. ആൻറ്റി മെറിഡിയൻ ബിഫോർ മിഡ് ഡേ. ആൻറ്റി മെറിഡിയൻ ബിഫോർ മിഡ് ഡേ. ഇത് അതിന് കഴിഞ്ഞിട്ട് പിന്നെ ഏതൊക്കെയോ എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു, എ എമ്മും പി എമ്മും ഒക്കെ. ഫൈൻഡ് ഔട്ട് ദി സിനോണിം ഫോർ ദി വേർഡ് ഫ്യൂഡ്. ഫ്യൂഡ് മീൻസ് ക്വാറൽ. ഫ്യൂഡ് മീൻസ് ക്വാറൽ. നിങ്ങൾക്കിത് ഉപകാരപ്രദമെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.